ഹായ് ഗൈസ്, ഒട്ടും പതിവില്ലാത്തൊരു കാര്യമാണ് അയണൊക്കെ ചെയ്ത് സെറ്റായി റെഡിയാകുന്നത്. പ്രത്യേകിച്ചൊരു പിങ്കി സ്റ്റൈലിൽ, ഗേളിഷ് സ്റ്റൈൽ അങ്ങനെ പറയാം. പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി ഇത്ര ഹാപ്പി ആയിട്ട് വരയ്ക്കണമെന്ന് എന്താണെന്നല്ലേ. ഇന്ന് ഞങ്ങളൊരു ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ലേഡീസ് ഔട്ടിങ്. കാരണം ഒക്ടോബർ മന്ത് അല്ലേ, പിങ്ക് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിങ്ക് ഡ്രസ്സിൽ ഒരു ഗേളി ഔട്ടിങ്, അതിൻ്റെ വീഡിയോ ആട്ടോ ഈ കാണുന്നത്. രാവിലെ വർക്കിന് കയറിയിട്ട് ഒരു 2 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും പോകാമെന്നുള്ള പ്ലാനായിരുന്നു ഞങ്ങളുടേത്. പക്ഷെ വർക്കൊക്കെ തീർന്നു വന്നപ്പോഴത്തേക്കും ഞാനും അനുജയും മാത്രം ലേറ്റായി. ബാക്കി എല്ലാവരും ഓൾറെഡി പുറപ്പെട്ടിട്ടാ. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് നസ്രഖാനെയും കൂട്ടിയിട്ട് ആ ലൊക്കേഷനിലോട്ട് വിട്ട്. ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടും ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അനു പിന്നെ നല്ല ഹാപ്പി ആയിരുന്നു. ഒന്നുമില്ലെങ്കിലും വർക്കിൽ നിന്ന് നേരത്തെ ചാടാൻ പറ്റിയില്ലോ, അത് തന്നെ വലിയ ഭാഗ്യം എന്ന് അവൾ പറയണേ. എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ ഫസ്റ്റ് ലുക്ക് തന്നെ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ എനിക്കിഷ്ടപ്പെട്ടിട്ടാ. നല്ല അടിപൊളി ഗേളി ടച്ചായിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഉള്ളിലത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളി. എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത് അലൗഡ് ആയിരുന്നോ എന്നൊന്നും അറിയാണ്ടാണ് വീഡിയോ ഒക്കെ ഓണാക്കി പോണേ. അവിടെ ഓൾറെഡി ഞങ്ങളുടെ ടീം സെറ്റായിരുന്നു. അവർ നേരത്തെ എത്തി, ഓൾറെഡി അവരുടെ വർക്കൊക്കെ തുടങ്ങിയായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ. പക്ഷെ എല്ലാവരും ചെയ്യുന്ന വർക്ക് ഓരോരുത്തരായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ നടക്കുക. ഓരോരുത്തർ ചെയ്യുന്ന കണ്ടിട്ട് ഞാനാകെ അത്ഭുതപ്പെട്ടു കേട്ടോ. കാരണം ഇവരൊക്കെ പറഞ്ഞിരുന്നത് ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നാണ്. പക്ഷെ ചെയ്യുന്നത് കാണുമ്പോൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ ഉണ്ട് ചെയ്യുന്നത് കാണാൻ. അപ്പം എനിക്കൊരു പേടിയായി, ദൈവമേ എനിക്കൊന്നും ABCD അറിയില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ലിസ്റ്റ് തന്നു. ഇതിലേത് സ്റ്റിക്കർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അത് അവർ ഡ്രോ ചെയ്ത് തരും. അതിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഞാനൊരു മഷ്റൂമിൻ്റെയും അനുജ ഒരു സൺസെറ്റിൻ്റെയും പിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തുട്ടോ. അവരത് ഡ്രോ ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആട്ടോ അവിടെ ഉള്ളതൊക്കെ. ഓരോന്ന് കാണുമ്പോഴും അതിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. എല്ലാം ചെറിയ ഐറ്റംസ് ആണെങ്കിലും നമുക്കിങ്ങനെ നോക്കിയിട്ട് വാവ് ഇത് കൊള്ളാലേ, ക്യൂട്ടി ആയിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരു സംഭവമാണ് ഇവിടേക്കുള്ള സാധനങ്ങൾ. എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു, എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ഫൈനൽ ലുക്കൊക്കെ എങ്ങനെ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ഒരു ഭയമുണ്ട്, ഇത് കുളമാക്കുവാണോ ഞങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ അങ്ങനൊന്നുമില്ല കേട്ടോ, എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടു നിൽക്കാനും ചെയ്യാനും ഒക്കെ രസമായതുകൊണ്ട് രണ്ടും ആസ്വദിക്കാൻ പറ്റും. എനിക്കാണെങ്കിലോ ഇതൊക്കെ വീഡിയോ എടുക്കുകയും വേണം, എന്നാൽ എനിക്കിതൊക്കെ ചെയ്ത് നോക്കുകയും വേണം. ആകെ കൺഫ്യൂഷനായി. ഒന്നെങ്കിൽ ചെയ്യാൻ വേണ്ടി ഇരിക്കണം, അല്ലെങ്കിൽ വീഡിയോ എടുക്കണം. ഇതിലിപ്പോൾ ഏത് ചെയ്യുന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. എന്നാലും വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റിക്കർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അത് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് എൻ്റെ മഷ്റൂം കേട്ടോ. ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അതിന് വേണ്ടിയിട്ടുള്ള നൂലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. റെഡ് എടുത്തു, പിന്നെ വന്നത് ഗ്രീനാണ്, പിന്നെ എനിക്കൊന്ന് നെക്സ്റ്റ് വൈറ്റും കൂടെ സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ നൂലൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ സ്ഥലത്ത് പോയിട്ട് ചെയ്തു തുടങ്ങിയിട്ട് ഇടയ്ക്ക് ഞാൻ വീഡിയോ പരിപാടി നിർത്തിയിട്ടാ. എന്തൊക്കെയൊക്കെയോ ചെയ്തു, പക്ഷെ ഒരു പച്ചപ്പൊക്കെ കൊടുത്ത് ആ ലുക്ക് വന്നില്ലേ. അവിടെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. അവർ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് നോക്കി ഒന്ന് ചെയ്താൽ മതി. ഒരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇത് ഫുഡാണ്. നമുക്ക് ഇടയ്ക്ക് കൈയൊക്കെ വേദനിക്കുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് നൈസായിട്ട് ഫുഡ് കഴിച്ച് വന്നിട്ട് ബാക്കി ചെയ്യാം. ഇടയ്ക്ക് ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇതാണ് ഒരു എന്താ പറയുക 90% ആയപ്പോൾ എൻ്റെ വർക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കുറച്ച് ക്യൂട്ടി ഐറ്റംസ് കാണാൻ വേണ്ടി ഞാൻ വീണ്ടും ഇറങ്ങി പുറപ്പെട്ടു. കാരണം ഒരേ ഇരിപ്പിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ, കൈയൊക്കെ വേദന എടുക്കും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊരു വിശ്രമം വന്ന പോലെ ഇങ്ങനെ ചെയ്യും. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് നമുക്ക് ഹാൻഡ് വർക്കിങ്ങിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് വരുന്നതെന്നുള്ളത്. ഇതിന് പിന്നിൽ നല്ല മെനക്കേടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇതൊക്കെ ഇവിടെ ചെയ്യുന്ന വർക്കുകളാട്ടോ, അല്ലാണ്ട് ഇത് മേടിച്ച് ഷോയ്ക്ക് വെച്ചേക്കുന്നതല്ല. ഇവിടെ വന്നിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്ന ഐറ്റംസൊക്കെ. എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു റിലാക്സേഷൻ എന്നുള്ള പോലെ ആ ഐറ്റംസ് ഇങ്ങനെ പോയിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്.
ഇതൊക്കെ ഇങ്ങനെ കണ്ടുവച്ചിട്ട് നമ്മൾ അടുത്ത പ്ലാനിങ് ആണ്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കണ്ടു വെക്കുകയാണ്. ഡോക്ടർ വൈദ്യാണെങ്കിൽ എല്ലാ ക്യൂട്ട് ഐറ്റംസും 1 by 1 ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് അലൻ ഇത് നോക്കെന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കണ്ടോ, കിൻഡർ ജോയിൻ്റെ ഒക്കെ കുഞ്ഞു സാധനം. ഇതുപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട്, നോക്കി നമ്മൾ തീരൂല. അതേപോലത്തെ ക്യൂട്ട് ഐറ്റംസാണ്. കുട്ടികൾക്കും അതുപോലെ ഇത്തിരി ഗേളി സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ആക്ച്വലി എല്ലാവരും വർക്ക് ചെയ്ത് തീർന്നായിരുന്നു. എനിക്കും അനുജയ്ക്കും ഒന്നും തീർക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ലേറ്റ് ആയിട്ടില്ല വന്നേ. ഇന്നത്തെ ഞങ്ങളുടെ ടൈം കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോകാൻ ഇറങ്ങി. നമ്മൾ ചെയ്ത വർക്കൊക്കെ നമ്മൾ അവിടെ തന്നെ ഏൽപ്പിച്ചു കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ സൂക്ഷിക്കും, നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും ചെന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. മിക്കവരും തന്നെ ബൈ പറഞ്ഞു പോയി. പക്ഷെ ഞങ്ങൾ കുറച്ചുപേര് മാത്രം അടുത്ത പ്ലാന് പെട്ടെന്ന് സെറ്റാക്കി. അവിടെ അടുത്ത് തന്നെയാണ് കൈറ്റ് ബീച്ച് ഉണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് ഞങ്ങൾ പോണത് കൈറ്റ് ബീച്ചിലോട്ടാണ്. എന്തായാലും ഇവിടം വരെ വന്നില്ലേ, അടുത്തുള്ള ബീച്ചിലൂടെ പോയിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്ന്. ഇപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി വൈബ് ആസ്വദിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ ഗേൾസ് ട്രിപ്പ്, ഞാൻ കുറേ കാലത്തിന് ശേഷം ഗേൾസ് ഗ്യാങ്ങിൽ പുറത്തു പോണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇടയ്ക്ക് ഇങ്ങനത്തെ ഔട്ടിങ്ങൊക്കെ നല്ലതാണ്. നല്ല തണുത്ത കാറ്റിൻ്റെ കൂടെ ഞങ്ങൾ കരക്ടി മേടിച്ചു. ഇവിടെ ഫേമസ് കരക്ടി ആണല്ലോ. പിന്നെ കരക്ടി വാങ്ങി അത് ആസ്വദിച്ച് കുടിച്ച് സൊറ പറഞ്ഞ് ഞങ്ങൾ ആ കൈറ്റ് ബീച്ച് നടന്ന് കണ്ടു എന്ന് പറയാം. നല്ല വൈബ് തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് സീസൺ ടൈം ആയതുകൊണ്ട് ഫുൾ ഡെക്കറേഷനും നൈറ്റ് മാർക്കറ്റും ഒക്കെ ആയിട്ട് ആളും ബഹളവും ഒക്കെ നല്ല തിരക്കും നല്ല വൈബ് എന്ന് പറയാം. അവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയത് ബീച്ചിൻ്റെ സൈഡിലോട്ടാട്ടോ. ബീച്ചിൻ്റെ സൈഡിൽ തിര എണ്ണുകയെന്ന് പറയില്ലേ, അതേപോലെയാണ്. എന്തോ ഒരു ഭയങ്കര നല്ല വൈബ്, നല്ല കാറ്റും ചൂടൊക്കെ കുറഞ്ഞിട്ട് ആ കാറ്റും പിന്നെ കൂടെയുള്ളതൊക്കെ കലപില കൂട്ടുന്ന ഫ്രണ്ട്സും നല്ല വൈബായിരുന്നു. കുറച്ച് വീഡിയോസും നല്ല എന്താ പറയുക ഹാപ്പി ആയിട്ടുള്ള കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. കുറേ നാളുകൾക്ക് ശേഷം ഗേൾസിൻ്റെ കൂടെ പുറത്തിറങ്ങിയോണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഔട്ടിങ് പ്ലാൻ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നടക്കുമെന്ന് അറിയില്ല. ഇതൊക്കെ സഡൻ പ്ലാൻ ആയതുകൊണ്ടാട്ടോ നടന്നത്. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു. നമ്മൾ എത്രയോ കാലം ഇങ്ങനെ ആലോചിച്ച് വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഒന്നും നടക്കാത്തത് വളരെ പെട്ടെന്ന് നടക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ് നടക്കുന്നതെന്ന്. എന്തായാലും അടിപൊളി വെൽ സ്പെൻഡ് ഡേ എന്നൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ചു. ശരിക്കും ഇത്രയും വയസ്സായിട്ടും പിള്ളേർ കളി എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു അവസ്ഥ. എല്ലാവരും ഒരേ വൈബിന് പറ്റിയ ആൾക്കാരും കൂടി ആവുമ്പം അതൊന്നുകൂടി ഒന്ന് അടിപൊളിയായി. വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് പിരിഞ്ഞ് നേരെ പോയി. ഇനിയിപ്പം അടുത്ത ആഴ്ച തൊട്ട് വീണ്ടിനും വർക്കിനും കൊണ്ടേ അതിനുള്ള സ്ട്രെസ് റിലീഫൊക്കെ ഇപ്പം ചെയ്തിട്ട് അടുത്ത ആഴ്ചത്തേക്ക് സെറ്റായിട്ട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിൽ പോയി.